സതീഷിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ. മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധം മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചതിനാണ് നടപടി. ഇടുക്കി നെടുങ്കണ്ടം യൂണിറ്റിലെ ഡ്രൈവർ S. സുനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. വിശദാംശങ്ങളുമായി വൈശാഖ് കോമാട്ടൻ ചേരുന്നുണ്ട്. വൈശാഖ്, UDF സർക്കാർ വിശദാംശമൊന്നും വേണ്ട, ഒരല്പം കഴിഞ്ഞിട്ട് കേൾക്കാം. സുഹൃത്തുക്കളെ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഒരുപക്ഷെ ഒരാൾ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ഈ ഒരു വ്യക്തിയെ പറ്റി എനിക്ക് വലിയ പിടുത്തമില്ല. എന്തായാലും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരാളും ഓർമ്മ വരുന്നുണ്ടാവും. ആ ഒരു മനുഷ്യന്റെ പേര് യദു എന്നാണ്. മേയർ തടഞ്ഞ മനുഷ്യൻ, മേയറെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമുണ്ടായത്, അങ്ങനെ പലവിധ വിഷയങ്ങൾ അറിയില്ലേ. നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയുള്ളൂ. നമുക്ക് ആകെ അറിയുന്നത് മേയറെ തടഞ്ഞ യദു അവനിതാ ഇപ്പോൾ പുറത്താണ്, അവനിപ്പോൾ ജോലിയില്ല എന്ന് പറയുന്ന ഒരു വർത്തമാനം മാത്രമാണ് നമുക്ക് അറിയുക, അല്ലേ? എന്താ നമ്മളെല്ലാവരും കേട്ടത്? CPM-കാരിയായിട്ടുള്ള ഒരു മേയർ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇവനെ എന്താ പറയുക, KSRTCക്ക് കുറുകെ ആ മേയർ കൊണ്ടുപോയിട്ട് വാഹനം ഇട്ടു. ഒരു കാര്യം ഞാൻ ചോദിച്ചു നോക്കട്ടെ, മേയർ ആവട്ടെ മേയർ അല്ലാത്തൊരാളാവട്ടെ, ഒരു KSRTCക്ക് കുറുകെ കൊണ്ടുപോയിട്ട് ഒരു വാഹനം ഇടണമെങ്കിൽ, അവരുടെ പ്രൈവറ്റ് വാഹനം അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇടണമെങ്കിൽ എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവണ്ടേ? നിങ്ങൾ നിങ്ങളെ രാഷ്ട്രീയം മുഴുവൻ മായ്ച്ചു വെച്ചിട്ട് മറച്ചു വെച്ച് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഒരു KSRTCക്ക് കുറുകെ നിങ്ങളെ വാഹനം ഇട്ടിട്ട് അതിൻ്റെ ഡ്രൈവർക്ക് നേരെ നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ട് എങ്കിൽ, അതും വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരു ഡ്രൈവർക്കെതിരെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡ്രൈവിങ്ങിൽ എന്തോ ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. അത് സംഭവിക്കാതെ ആരും ആ നട്ടപ്പാതിരിക്ക് ആ ബസ്സിന് വട്ടം വെക്കില്ല. ഒരാളും വട്ടം വെക്കില്ല, നമ്മളും ചെയ്യില്ല. അപ്പോൾ ആ യദു എന്ന് പറഞ്ഞ ഡ്രൈവറുടെ കയ്യിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ന്യായമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവർക്ക് വ്യക്തിവൈരാഗ്യമൊന്നുമില്ലല്ലോ ആ ഒരു യദു എന്ന് പറയുന്ന ആളുമായിട്ട്, ആ ഒരു മേയർക്ക്. എന്തായാലും അത് വട്ടം വയ്ക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് അവന്റെ ജോലി പോകുന്നു എന്നാണ് നമ്മൾ കേട്ടത്. പിന്നീട് ഈ അടുത്ത കാലത്ത് ഗണേഷ് കുമാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് നമ്മൾ കാര്യം മനസ്സിലാക്കിയത്. ഇനി കേൾക്ക്. മിനിസ്റ്റർ തടഞ്ഞ ഡ്രൈവർ ഇപ്പോഴും KSRTCയിലാണ്. അവിടെ ഇരുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ തടഞ്ഞ ആള് പുറത്തായി. അല്ല, ഇത് സ്ഥിരം ഡ്രൈവറാണ്. ആര്യ രാജേന്ദ്രന്റെ പ്രശ്നം വേറെയാണ്. അത് കോടതിയിലൊക്കെ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതിനകത്ത് ആ ആള് KSRTC സ്ഥിരം ഡ്രൈവർ അല്ല. ആ ആളിനെ ഞാൻ തിരിച്ചെടുക്കാത്തതിന്റെ രഹസ്യം ആര്യ രാജേന്ദ്രൻ. കണ്ടോ, യദു എന്ന് പറയുന്ന മനുഷ്യൻ അവിടുത്തെ ഒരു സ്ഥിരം ഡ്രൈവറല്ല. അവിടെ താൽക്കാലിക ഡ്രൈവറായിട്ട് കയറുക. ഒരു 10,000 രൂപ, ഈ ഡ്രൈവിംഗ് ലൈസൻസും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ 10,000 രൂപ നമുക്ക് KSRTCയിൽ അടച്ച് അവിടെ ഒരു താൽക്കാലിക ഡ്രൈവറായിട്ടൊരു ജോലി ചെയ്യാം. അങ്ങനെ കയറിയവനാ. ലവന്റെ വർത്തമാനം കേട്ട നമ്മളൊക്കെ വിചാരിക്കുക അവൻ അവിടെ എത്രയോ കാലമായിട്ട് ജോലി ചെയ്യുന്നൊരു സ്ഥിരം ഡ്രൈവർ എന്ന നിലയ്ക്കാണ്. അല്ല. ഇനി എന്താണ് ലവനെ പുറത്താക്കാനുള്ള ഒരു കാര്യമെന്ന് കേൾക്കാം. ഇദ്ദേഹം പറയുന്നതാണ്, കേട്ടോക്കൂ. ഒരു കാര്യം കൂടിയുണ്ട്, പിന്നെ പറയാം. അത് ഞാൻ തുറന്നു പറയാം. കാരണം നമ്മളൊരു പെൺകുട്ടിയാണ്, അവരെ ഒരു സ്ത്രീയാണ്, അവരെ ഇങ്ങനെ നിരന്തരമായി അധിക്ഷേപിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു സത്യം പറയാം. ഈ മനുഷ്യൻ ഈ സംഭവം നടന്ന ദിവസം ഈ ഡ്രൈവർ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഏതാണ്ട് 6 മണിക്കൂറിലധികം ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് ആരോടോ സംസാരിച്ചിട്ടുണ്ട്. ഇതിന്റെ കോൾ ഡീറ്റെയിൽസ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ KSRTC CMDക്ക് നൽകി ആ നടപടിയെടുക്കണം എന്ന് പറഞ്ഞു. ഇത്രയും 10-40 യാത്രക്കാർ വണ്ടിക്കകത്ത്, ആയിരക്കണക്കിന് ആളുകൾ റോഡിൽ, ലക്ഷക്കണക്കിന് ആളുകൾ റോഡിൽ നടന്നു പോകുമ്പോൾ ഒരാൾ 6 മണിക്കൂർ ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് ആരോടോ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്നത് ഒരു നല്ല പ്രക്രിയ അല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചെടുത്തത്. അല്ലാതെ മനസ്സിലായോ? അല്ലാതെ ആര്യ രാജേന്ദ്രനെ തടഞ്ഞു, ആര്യ രാജേന്ദ്രൻ അങ്ങോട്ട് പോയി തടഞ്ഞു എന്ന നിലയ്ക്കല്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ഈ പരിപാടികൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ ഇതില് കൃത്യമായിട്ടും രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ആര്യ രാജേന്ദ്രൻ ആ ഒരു KSRTCക്ക് കുറുകെ വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ആര്യ രാജേന്ദ്രന്റെ വണ്ടിയുമായിട്ട് എന്തോ ഒരു ഇഷ്യൂ ആ ഒരു KSRTCക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ യദു തന്നെ പറയുന്നുണ്ട്, നമ്മുടെ മേയർ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയ ചോദിക്കുമ്പോൾ യദു എന്ന് പറയുന്ന ഡ്രൈവർ പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ പരസ്പരം 2 പേർക്കും അറിയില്ല. അറിയാത്ത 2 പേർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഏറ്റുമുട്ടണമെങ്കിൽ അവിടെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഈ KSRTCയുടെ പോക്കൊക്കെ നമ്മൾക്ക് ഏകദേശം അറിയുന്നല്ലേ. എന്തായാലും യദുവിന്റെ വിഷയം ഭയങ്കരമായിട്ട് കത്തിക്കാളി.
അത് പിണറായി വിജയന്റെ ധാർഷ്ട്യമായി, അത് CPM-കാരുടെ ധാർഷ്ട്യമായി, ആ ഒരു മേയറുടെ ധാർഷ്ട്യമായി, അങ്ങനെ പലവിധ ധാർഷ്ട്യങ്ങളെ കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ധാർഷ്ട്യങ്ങളും ഇതിനിടയിൽ നിറഞ്ഞു. ഇനി ഈ ധാർഷ്ട്യമൊന്നുമില്ലാത്ത ഒരു ചെറിയ വാർത്ത കൂടി നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ആ ഒരു വാർത്തയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. കേട്ടോളൂ. എവിടെ വാടോ? മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ. മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധം മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചതിനാണ് നടപടി. ഇടുക്കി നെടുങ്കണ്ടം യൂണിറ്റിലെ ഡ്രൈവർ S സുനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇടുക്കിയിലെ ഡ്രൈവറാണ് അദ്ദേഹം, സ്ഥിരം ഡ്രൈവറാണ്. 11 സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു. ഇപ്പോഴുള്ള മുഖ്യമന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ അദ്ദേഹത്തിന്റെ ചിത്രം മോർഫ് ചെയ്ത രീതിയിൽ പ്രചരിപ്പിക്കുകയും എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് പോസ്റ്റ് ഇട്ടതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്തേ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? സോക്കോള് ശരിക്കൊരു പൂക്കി മുഖ്യമന്ത്രി ആണെങ്കിൽ ഈ ഒരു വിഷയത്തില് അതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അതിനെ മാറ്റി നിർത്തേണ്ടത്. അപ്പോ അത് മാറ്റി നിർത്തിയിട്ടില്ല എങ്കിൽ ബാക്കി കേക്ക്. ചേരുന്നുണ്ട് വൈശാഖ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ നടപടിയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് മുഖ്യമന്ത്രിക്കെതിരെ ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചത്? പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് പോസ്റ്റ് ഈ സുനിൽ ഇടുന്നത്. അദ്ദേഹത്തിന് സുനിൽ കല്ലാർ എന്ന് പറയുന്ന ഫേസ്ബുക്കിലെ ID-യിലാണ് ആ ചിത്രം പങ്കുവെക്കുന്നത്. അർദ്ധനഗ്നമായ ഒരു ശരീരം, അതിന്റെ തല, ആ ചിത്രത്തിലെ തല VD സതീശന്റെയാണ് വെച്ചിരുന്നത്. അങ്ങനെ മോർഫ് ചെയ്ത നിലയിലാണ് ആ ചിത്രം പങ്കുവച്ചിരുന്നത്. അത് ആ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അത് പിന്നീട് ഈ മനുഷ്യൻ എന്തോ ഒരു പ്രശ്നമാണ്. താങ്കൾ ഇനിയും നന്നായിട്ട് ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓട്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു മോർഫ് ചെയ്ത ചിത്രം, ഒരു അർദ്ധനഗ്നമായ ചിത്രത്തിന്റെ തലയുടെ ഭാഗത്ത് VD സതീശൻ സാറിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ചിത്രം, അത് പോസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതൊക്കെ വേണം. ഇമാര് തെണ്ടിത്തിറങ്ങി ചെയ്യുന്ന ആൾക്കാരൊക്കെ സസ്പെൻഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അത് VD സതീശൻ സർക്കാർ കയറിയതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ എന്താ പറയുക ഏറ്റവും മോശം നടപടി എന്ന രീതിയിലൊക്കെ വാർത്ത പറയുന്നതിലൂടെ എനിക്കും താല്പര്യമില്ല. എനിക്കതിനോട് താല്പര്യമില്ലാതാവണമെങ്കിൽ ഞാൻ പറയുന്നത് യദുവിന്റെ വിഷയം എന്തോ ഒരു വലിയ വിഷയമായിട്ടൊക്കെ കൊണ്ടുനടന്നു. യദുരു സംഖ്യ കൂടിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അത് ഭയങ്കര വിഷയമായിട്ട് പിണറായി വിജയന്റെ ധാർഷ്ട്യമായിട്ടൊക്കെ കരുതാമെങ്കിൽ, അത് CPM-ന്റെ ധാർഷ്ട്യമായിട്ട് കരുതാമെങ്കിൽ, ഒരു ഫോട്ടോ ഒന്ന് വെറുതെ ചുമ്മാ രസകരമായ ഒരു കോമഡി പോലെ, ഒരു കാർട്ടൂൺ പോലെ മോർഫ് ചെയ്തതിന്റെ പേരിൽ ഒരു വ്യക്തിക്കെതിരൊക്കെ നടപടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ? യദുവിനെ പുറത്താക്കിയത് മോശമാണെങ്കിൽ ഈ പുറത്താക്കപ്പെട്ടതും മോശമല്ലേ? ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ബൈ.